നമസ്കാരം. മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC പരീക്ഷകളുടെ മലയാള വിഭാഗത്തിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. പിരിച്ചെഴുതുക എന്ന വിഭാഗത്തിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം. അബ്ജം പിരിച്ചെഴുതുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് സമീപകാല പരീക്ഷകളിലെല്ലാം കണ്ടിട്ടുള്ള ചോദ്യങ്ങളിലെല്ലാം 2 ചോദ്യങ്ങൾ വരെ ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്നുള്ളത്. അപ്പോൾ ഇത് സന്ധിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അം അധികം ജം, അബ് അധികം ജം, അപ്പ് അധികം ജം, അമ്പു അധികം ജം, അങ്ങനെയാണ് അവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അബ്ജം. അബ്ജമാണ് ഉത്തരം വരുന്നത്. അപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ജലം എന്നാണ്. ജം എന്നുള്ള ധാതു, ജം അല്ലെങ്കിൽ ജ എന്ന ധാതു ജനിച്ചത് എന്ന അർത്ഥത്തെ ആണ് സൂചിപ്പിക്കുന്നത്. ജനിച്ചത് എന്ന അർത്ഥത്താണ് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് പദങ്ങൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. അമ്പു എന്നുള്ളത് ജലമാണ്. അപ്പോൾ അമ്പു ജലം, അംബുജം ജലത്തിൽ ജനിച്ചത്, നീരജം നീരിൽ ജനിച്ചത്, ഇതെല്ലാം താമരയുടെ പര്യായങ്ങളാണ്. ജലത്തിൽ ജനിച്ചത് ജലജ, വാരിയിൽ ജനിച്ചത് വാരിജം. അതുപോലെ മലയജം, മലയപർവ്വതത്തിൽ ജനിച്ചത് മലയജം, അത് ചന്ദനത്തിൻ്റെ പര്യായമായിട്ട് വരുന്നതാണ്. കുന്നിൻ്റെ മകൾ ഗിരിജ. കളിന്തജ, കളിന്ത പർവ്വതത്തിൻ്റെ മകൾ കാളിന്തിക്ക് കളിന്തജ എന്നൊരു പേരൊക്കെ വരുന്നുണ്ട്. അതുപോലെ അഴുക്ക്, ചെളിയിൽ ജനിച്ചത് പങ്കജം എന്നെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പ് അധികം ജം, അതാണ് അബ്ജം എന്ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം അതാണ്, അബ്ജം എന്നാണത് വരുന്നത്. ഇനി അടുത്ത കുറച്ച് വാക്കുകൾ കൊടുത്തിരിക്കുന്നത് ഉദ്ഘാടനം എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതുന്നുള്ളത്, അതുപോലെ തന്നെ വാക്മയം, വാങ് പ്ലസ് മയം, വാക് പ്ലസ് മാധുര്യം, വാക്മാധുര്യം, ദിഗ്മുഖം, ദിഗ്മുഖം എന്നുള്ളത് ദിങ്മുഖമായിട്ടാണത് മാറുന്നത്. ഇതെല്ലാം പിരിച്ചെഴുതുന്നതിൻ്റെ കുറച്ച് മറ്റ് ചില പദങ്ങളുടെ ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള കൃതി ഏത്? ഭാഷാ സാഹിത്യ ചരിത്രം, പാണിനീയ പ്രദ്യോതം, ചെമ്മീൻ, കഴിഞ്ഞ കാലം. ആദ്യ മലയാള കൃതി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഭാഷാ സാഹിത്യ ചരിത്രം, പാണിനീയ പ്രദ്യോതം, ചെമ്മീൻ, കഴിഞ്ഞ കാലം. ഇത് കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഭാഷാ സാഹിത്യ ചരിത്രമാണ്. ആർ നാരായണ പണിക്കർ രചിച്ചിട്ടുള്ള ഭാഷാ സാഹിത്യ ചരിത്രമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള കൃതി എന്ന് പറയുന്നത്. വർഷം 1955. രണ്ടാമത് അവാർഡ് കിട്ടിയതാണ് പാണിനീയ പ്രദ്യോതം എന്നുള്ള കൃതി. പാണിനീയ പ്രദ്യോതം ഇത് പാണിനീയ സൂത്രങ്ങളുടെ വ്യാഖ്യാനമാണ്. IC ചാക്കോ അദ്ദേഹമാണ് രചിച്ചിട്ടുള്ളത്. ഇത് തൊട്ടടുത്ത വർഷമാണ്, 1956. അപ്പോൾ ഒരു വ്യാകരണ വിഭാഗം, ആ രീതിയിലുള്ളൊരു വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു കൃതി അവാർഡ് കിട്ടുന്നത് 1956. ആദ്യത്തെ അവാർഡ് നേടിയ ആദ്യ കൃതി എന്ന് വരുമ്പോൾ അത് ഭാഷാ സാഹിത്യ ചരിത്രം, വ്യാകരണ വിഭാഗത്തിൽ നിന്നൊരു കൃതി കിട്ടുന്നത് 1956. 1957 വരുമ്പോൾ ചെമ്മീൻ നോവലാണ്. നമുക്കറിയാം, തകഴിയുടെ പ്രശസ്തമായ നോവലാണ്. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ചോദിക്കുകയാണെങ്കിൽ ചെമ്മീനാണ്. വർഷം 1957. തൊട്ടടുത്തത് കഴിഞ്ഞ കാലം, KP കേശവമേനോൻ്റെ പ്രസിദ്ധമായ ആത്മകഥയാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ ആത്മകഥ എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലം. അങ്ങനെയൊക്കെ അതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. പിന്നെ അവിടെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ
കവിത സമാഹാരം ചോദിക്കുകയാണെങ്കിൽ ജി ശങ്കർകുറുപ്പ് മാഷിൻ്റെ വിശ്വദർശനമാണ്. അത് 1963 അപ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് ഓർത്തിരിക്കാം, ജ്ഞാനപീഠം നേടിയ കവി തന്നെയാണ്, അല്ലെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് നേടിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി തന്നെയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കവിതയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആദ്യമായിട്ട് നേടിയത്. അടുത്ത ചോദ്യം സാമാന്യ നാമത്തിന് ഉദാഹരണം എന്നുള്ളതാണ്. സാമാന്യ നാമത്തിന് ഉദാഹരണം ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നിലാവ്, ഹിമാലയം, നദി, താങ്കൾ. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് നദിയാണ്. സാമാന്യനാമം എന്ന് പറയുമ്പോൾ അത് വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ ദ്രവ്യനാമത്തെ 4ആയിട്ടാണ് പ്രധാനമായിട്ടും തിരിക്കുന്നത്. ദ്രവ്യനാമത്തെ 4ആയി തിരിക്കുമ്പോൾ സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം എന്നാണ് നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ നദി എന്ന് പറയുമ്പോൾ ഒരു പൊതുവായിട്ട് പറയുന്നത് നദി, അല്ലെങ്കിൽ പർവ്വതമാവാം, അങ്ങനെയൊക്കെ വരാം. നദി, പർവ്വതം, നഗരം, പട്ടണം, മരം, പൂവ്, ഇതെല്ലാം സാമാന്യനാമങ്ങളാണ് വരുന്നത്. മറ്റു ഓപ്ഷനുകൾ നോക്കാം. നിലാവ് എന്ന് പറയുമ്പോൾ അത് മേയനാമത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് മേയനാമം. നിലാവ്, ആകാശം, മഞ്ഞ്, പുക, ഇരുട്ട്, മണ്ണ്, ഇങ്ങനെയെല്ലാം മേയനാമത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ഹിമാലയമാണ്. ഹിമാലയം ഏതെങ്കിലും ഒന്നിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് അത് സംജ്ഞാനാമത്തിന് ഉദാഹരണമായിട്ടാണ് വരുന്നത്. സംജ്ഞാനാമത്തിന് ഉദാഹരണമായിട്ടാണ് ഹിമാലയം വരുന്നത്. നദി നമ്മുടെ ഉത്തരമായിരുന്നു. അപ്പോൾ നദി എന്ന സാമാന്യനാമം ഒരു സംജ്ഞാനാമമായിട്ട് വരുമ്പോൾ നദികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പേര് പറയുന്നത് സംജ്ഞാനാമമായിട്ട് വരുന്നതാണ്. പമ്പയെന്നോ പെരിയാറെന്നോ ഭാരതപ്പുഴയെന്നോ അങ്ങനെ ഏതെങ്കിലും വരുമ്പോൾ. നാലാമത്തെ ഓപ്ഷൻ താങ്കളാണ്. താങ്കൾ വരുന്നത് സർവനാമത്തിൻ്റെ വിഭാഗത്തിലാണ് വരുന്നത്. സർവനാമത്തെ തന്നെ 3ആയിട്ട് തിരിക്കുമ്പോൾ ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം എന്ന് തിരിക്കുന്നുണ്ട്. അതിൽ മധ്യമ പുരുഷ സർവനാമത്തിലാണ് താങ്കൾ വരുന്നത്. ഉത്തമ പുരുഷ സർവനാമത്തിൽ വരുന്നത് ഞാൻ, എൻ്റെ, പറയുന്ന ആൾക്ക് പകരം വരുന്ന രീതിയിൽ വരുന്നതാണ് ഉത്തമ പുരുഷ സർവനാമം. ഞാൻ, എൻ്റെ, എനിക്ക്, എന്നോട്, അങ്ങനെയുള്ള വരുന്നത്. ആരോടാണോ പറയുന്നത് അയാൾക്ക് പകരം വരുന്നതാണ് മധ്യമപുരുഷ സർവനാമം. നീ, താങ്കൾ, നിൻ്റെ, അങ്ങനെയൊക്കെ വരുന്നതാണ്. മൂന്നാമത്താണ് പ്രഥമ പുരുഷ സർവനാമം. മൂന്നാമത്തെ ഒരാൾക്ക് പകരം വരുന്നത് ഇപ്പോൾ അവിടെ അവൻ, അവൾ, അദ്ദേഹം, ആ രീതിയിലൊക്കെ വരുന്നതാണ് സർവനാമത്തിലെ ആ വിവിധ വിഭാഗങ്ങൾ. അടുത്ത ചോദ്യം ക്രിയാവിഭാഗത്തിൽ നിന്നുള്ളതാണ്. കേവലക്രിയ അല്ലാത്തത് എന്നുള്ളതാണ്. ക്രിയയുടെ നമ്മൾ ക്രിയ 4 രീതിയിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ഈ കേവലക്രിയ, പ്രയോജകക്രിയ എന്നുള്ളത്. കർത്താവ് സ്വയം ചെയ്യുന്നത് കേവലക്രിയ, മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യുന്നത് പ്രയോജകക്രിയ എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നടക്കുന്നു, ഊട്ടുന്നു, പാടുന്നു, കളിക്കുന്നു. ഇവിടെ ഉത്തരം വരുന്നത് ഊട്ടുന്നു എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. അപ്പോൾ നടക്കുന്നു എന്നുള്ളത്, പാടുന്നു എന്നുള്ളതും കളിക്കുന്നു എന്നുള്ളതും എല്ലാം കേവലക്രിയയാണ്. ഊട്ടുന്നു എന്നുള്ളതാണ് അവിടെ കേവലക്രിയ അല്ലാത്തത്. അപ്പോൾ അത് പ്രയോജകക്രിയയായിട്ടാണ് വരുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 2ാമത്തെ മലയാള നോവലിസ്റ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. MD വാസുദേവൻ നായർ, SK പൊറ്റക്കാട്, തകഴി, M മുകുന്ദൻ. ജ്ഞാനപീഠം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, എത്ര കാലം പഴയതാണെങ്കിലും ജ്ഞാനപീഠത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഏറ്റവും പുതിയ പരീക്ഷകളിൽ പോലും കാണുന്നുണ്ട്. ഈ തൊട്ട് മുൻപ് നടന്ന പരീക്ഷയിൽ പോലും MD വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം കിട്ടിയ വർഷമൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം ജ്ഞാനപീഠം പഠിക്കുമ്പോൾ 6 പേർക്ക് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട്. നമ്മളതിന് വിഭാഗമായിട്ട് തിരിക്കുമ്പോൾ 3 കവികളും 3 നോവലിസ്റ്റുകളും. അവരുടെ കാലം ഓർത്തിരിക്കുക. അവരുടെ കാലം നമ്മൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ 65, അതുപോലെ തന്നെ 80, 84, 95, 2007, 2019 ഇങ്ങനെ കാലം ഓർത്തിരിക്കുക. ആദ്യത്തെ 2 പേർക്ക് കൃതികൾക്കാണ് കിട്ടിയിട്ടുള്ളത്, ഓടക്കുഴലും ഒരു ദേശത്തിൻ്റെ കഥയും. അപ്പോൾ ആ രീതിയിൽ വരാം. തകഴി മുതലി സമഗ്ര സംഭാവന എന്ന നിലയിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഞാനിവിടെ പുരസ്കാരം നേടിയ 2ാമത്തെ മലയാള നോവലിസ്റ്റ് എന്നാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 3 നോവലിസ്റ്റുകൾ എടുക്കണം. 3 നോവലിസ്റ്റുകളും 3 കവികളുമാണ്
ജ്ഞാനപീഠ വിഭാഗത്തിൽ നമുക്ക് മലയാളത്തിൽ നിന്ന് വരുന്നത്. രണ്ടാമത്തെ മലയാള നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ മലയാള നോവലിസ്റ്റാണ് എസ്.കെ. പൊറ്റക്കാട്. രണ്ടാമത്തെ മലയാള നോവലിസ്റ്റാണ് തകഴി. തകഴിയാണ് അതിന് ഉത്തരം വരുന്നത്. തകഴിക്ക് കിട്ടിയതിന് ശേഷമാണ് പിന്നെ എം ഡിക്ക് കിട്ടുന്നത്. 84 തകഴിക്ക് കിട്ടി, അതിന് ശേഷം 95 എം ഡിക്ക് കിട്ടുന്നു. അപ്പോൾ അവിടെ ഉത്തരം വരുന്നത് തകഴിയാണ് ഉത്തരം വരുന്നത്. മുകുന്ദൻ ജ്ഞാനപീഠ വിഭാഗത്തിൽ വരാത്തൊരു എഴുത്തുകാരനാണ് മുകുന്ദൻ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങളുണ്ടെന്നുള്ളതാണ്. ലീലാതിലകം നമുക്കറിയാം, മലയാള വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പരീക്ഷകൾക്കും അങ്ങനെ ഒരു ഏറ്റവും ചെറിയ പരീക്ഷ മുതൽ ഏറ്റവും ഉയർന്ന പരീക്ഷ വരെയൊക്കെ ലീലാതിലകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ ആ പരീക്ഷയുടെ പ്രാധാന്യമനുസരിച്ച് ലീലാതിലകത്തിൽ നിന്നും സൂക്ഷ്മമായിട്ടുള്ള ചോദ്യങ്ങളും അല്ലാത്തതൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ കാലഘട്ടം അങ്ങനെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം നോക്കാം. ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങളുണ്ട്? 7, 8, 18, 21. ഉത്തരം വരുന്നത് 8 ശില്പങ്ങളാണ്. ലീലാതിലകത്തിൽ 8 ശില്പങ്ങളാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ലീലാതിലകത്തിൽ 8 ശില്പങ്ങളുണ്ട്. 7ൻ്റെ ഓപ്ഷൻ നമുക്ക് വരുന്നത് രാമായണത്തിലെ 7 കാണ്ഡങ്ങളുണ്ട്. രാമായണത്തിലെ കാണ്ഡങ്ങൾ 7 കാണ്ഡങ്ങളുണ്ട്. മൂന്നാമത്തെ വരുമ്പോൾ 18 എന്ന് കൊടുത്തിരിക്കുന്നത്. 18 എന്ന് വരുമ്പോൾ മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളാണുള്ളത്. വ്യാസമഹാഭാരതത്തിൽ 18 പർവ്വങ്ങളാണുള്ളത്. നാലാമത്തെ ഓപ്ഷൻ 21 എന്നാണ്. 21 വരുന്നത് മഹാഭാരതം കിളിപ്പാട്ട്. നമുക്കറിയാം മഹാഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെയാണ്. അപ്പോൾ മഹാഭാരതം കിളിപ്പാട്ടിൽ 21 പർവ്വങ്ങളാണുള്ളത്. വ്യാസമഹാഭാരതത്തിൽ 18 പർവ്വങ്ങളും എഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിലേക്ക് വരുമ്പോൾ, മഹാഭാരതം കിളിപ്പാട്ടിൽ വരുമ്പോൾ 21 പർവ്വങ്ങൾ അവിടെ വരുന്നുണ്ട്. അത് 3 പർവ്വങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. ലീലാതിലകത്തെക്കുറിച്ചുള്ള മറ്റ് ചോദ്യങ്ങളുടെ സൂചനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഉത്തരം 8 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. 8 ശില്പം ലീലാതിലകത്തിലുണ്ടെന്ന് പറഞ്ഞു. ലീലാതിലകം രചിച്ചത് ആരാണെന്ന് വ്യക്തമല്ല. അതുകൊണ്ട് ലീലാതിലകകാരൻ പറഞ്ഞതുപോലെ എന്നാണ് പറയുന്നത്. ചില കൃതികളെല്ലാം അങ്ങനെയാണ്. അത് രചിച്ച ആരാണെന്ന് വ്യക്തമായിട്ടുള്ള അറിവുണ്ടാവില്ല. അതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ കർത്താവ് ആരെന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളുടെ പേര് പറയുന്നില്ല. ഇപ്പോൾ തൊൽക്കാപ്പിയോ എന്ന കൃതി അതുപോലെ തന്നെ തൊൽക്കാപ്പിയോക്കാരൻ പറയുന്നത് പോലെ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലീലാതിലകകാരൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ നമ്മൾ പറയുന്നത്. ലീലാതിലകകാരൻ അജ്ഞാത കർത്താവാണ്. അതിൻ്റെ കാലഘട്ടം ചോദിക്കാറുണ്ട്. ലീലാതിലകത്തിൻ്റെ കാലഘട്ടം 14-ാം നൂറ്റാണ്ടാണ് ഏകദേശം പറയുന്നത്. ലീലാതിലകൻ രചിച്ച ഭാഷ ചോദിക്കാറുണ്ട്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിട്ടുള്ളതാണ്. സംസ്കൃതം, അതുപോലെ തന്നെ പ്രാകൃതം, തമിഴ്, അങ്ങനെയൊക്കെ പല ഓപ്ഷൻ കണ്ടിട്ടുള്ളതാണ്. അതിൽ സംസ്കൃതമാണ് ലീലാതിലകൻ രചിച്ചിട്ടുള്ള ഭാഷ. ലീലാതിലകത്തെക്കുറിച്ചുള്ള മറ്റൊരു ചോദ്യമാണ് ആദ്യത്തെ വ്യാകരണ കൃതി എന്നറിയപ്പെടുന്നത്. വ്യാകരണത്തിൻ്റെ മറ്റൊരു വാക്കാണ് ഭാഷാശാസ്ത്രം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടെ 2 ചോദ്യം ഒരേ രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. ആദ്യ വ്യാകരണ കൃതി എന്നറിയപ്പെടുന്നത്, ഭാഷാശാസ്ത്രത്തിലെ ആദ്യ കൃതി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലൂടെ ലീലാതിലകത്തെക്കുറിച്ച് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ചോദ്യമാണ് മണിപ്രവാളത്തിന് ലക്ഷണം കൽപ്പിച്ചിരിക്കുന്ന കൃതി എന്നുള്ളതുണ്ട്. മണിപ്രവാളത്തിൻ്റെ ലക്ഷണം നമുക്കറിയാം. ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം ഒന്നാണ്. അതുപോലെ തന്നെ പാട്ടിന് ലക്ഷണം കൽപ്പിച്ചിരിക്കുന്ന കൃതി എന്നൊരു ചോദ്യമുണ്ട്. പാട്ടിന് ലക്ഷണം അതും ഇതിൽ തന്നെ പറയും. ദ്രമിഡ സംഘാത അക്ഷര നിബദ്ധ മെതുകമോന വൃത്തവിശേഷ യുക്തം പാട്ട് എന്നുള്ള പാട്ടിൻ്റെ ലക്ഷണവും പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ പരിഭാഷ, അങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളിൽ അതിൻ്റെ വിശദീകരണം പറയാം. അപ്പോൾ ലീലാതിലകം നമുക്കൊരു 5-ൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു കൃതിയാണ്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റതിന് ഭാഷാഗോത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പലപ്പോഴും ഇത്തരം പരീക്ഷകളിലെല്ലാം നമ്മൾ കാണുന്ന ഒന്നാണ് ഭാഷാഗോത്രമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ എന്നുള്ളതാണ് വരുന്നത്. തെലുങ്ക്, തുളു, സംസ്കൃതം, കന്നഡ. ഇവിടെ ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ എന്ന് പറയുമ്പോൾ സംസ്കൃതമാണ് ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ എന്ന് പറയുന്നത്. അതിൽ ഇവിടെ തന്നെ ഭാഷയിൽ നമ്മൾ ദ്രാവിഡ ഗോത്രത്തിലെ പ്രധാന 5 ഭാഷകളെ പറയാറുണ്ട്. അപ്പോൾ അവിടെ നമുക്കത് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഭാഷ ആദ്യം നമുക്കെടുക്കാം. ദ്രാവിഡ ഗോത്രത്തിൽ പെടുന്ന ഭാഷ നമുക്കെടുക്കുമ്പോൾ ആ രീതിയിലെടുക്കാം. അതിനുശേഷം നമുക്ക് ബോർഡർ വരുന്ന നമ്മുടെ സംസ്ഥാനമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. തമിഴ്, അപ്പോൾ മലയാളം ആദ്യം എടുക്കാം, തമിഴ് എടുക്കാം,
കന്നഡ എടുക്കാം, കന്നഡ എടുക്കുമ്പോൾ തന്നെ തുളു എടുക്കാം. അപ്പോൾ 4 മലയാളം, തമിഴ്, കന്നഡ, തുളു, തെലുങ്ക്. ദൂരെയുള്ള തെലുങ്ക് നമുക്ക് ബോർഡർ ഇല്ല എങ്കിലും അപ്പോൾ ദൂരെയുള്ള തെലുങ്കിനെയും കൂടി എടുക്കുമ്പോൾ ദ്രാവിഡ ഗോത്രത്തിലെ ഒരു പ്രധാന 5 ഭാഷ അല്ലെങ്കിൽ പഞ്ചദ്രാവിഡ ഭാഷ എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്നതാണത്. പിന്നെ അതിൽ വരുന്ന മറ്റൊരു ചോദ്യം, ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പഴയ ഭാഷ. അപ്പോൾ അത് തമിഴാണ്, ഏറ്റവും പുതിയ ഭാഷ മലയാളമാണ്. ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ദ്രാവിഡ ഗോത്രം എന്ന പേര് നൽകിയതായിരുന്നുള്ളൊരു ചോദ്യമുണ്ട്. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ദ്രാവിഡ ഗോത്രം എന്ന പേര് നൽകിയത് റോബർട്ട് കാൽഡലാണ്. ഡോക്ടർ റോബർട്ട് കാൽഡലാണ് ആ പേര് നൽകിയത്. അതുമെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ദ്രാവിഡ ഗോത്ര ഭാഷകളെക്കുറിച്ച് ധാരാളം പഠിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് കാൽഡലി. പിന്നെ അതിൽ വരുന്നത് ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു, സംസ്കൃതമാണ്. ആ വിഭാഗത്തിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ് ഭാഷകളുടെ ഇതിൽ വരുന്നതാണ്. മൃതഭാഷയ്ക്ക് ഉദാഹരണം എന്ന് പറയുമ്പോൾ സംസ്കൃതം തന്നെയാണ്. മൃതഭാഷയ്ക്ക് ഉദാഹരണം സംസ്കൃതം. അതുപോലെ തന്നെ ലാറ്റിനും മൃതഭാഷയ്ക്ക് ഉദാഹരണമാണ്. പഞ്ചദ്രാവിഡ ഭാഷകൾ നേരത്തെ സൂചിപ്പിച്ചു, അതെല്ലാമാണെന്ന് പറഞ്ഞു. മലയാളം, തമിഴ്, കന്നഡ, തുളു, തെലുങ്ക്. ദ്രാവിഡ ഗോത്രത്തിലെ പഴയ ഭാഷ നമ്മൾ സൂചിപ്പിച്ചു. പുതിയ ഭാഷ ഏതാണെന്ന് പറഞ്ഞു. ലിപിയില്ലാത്ത ഭാഷ തുളുവാണ്. അതുപോലെ തന്നെ ദ്രാവിഡ എന്ന പേര് നൽകിയത് റോബർട്ട് കാൽഡലാണ്. അപ്പോൾ ഇതെല്ലാം ഭാഷാഗോത്രവുമായിട്ടും ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അതിനോട് തന്നെ ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ എന്നുള്ളത്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴാണ്, 2004. 2005 സംസ്കൃതം, കന്നഡ, തെലുങ്ക് 2008, മലയാളം 2013, ഒഡിയ 2014. ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷ എന്നൊരു ചോദ്യമുണ്ട്. അതിൽ കന്നഡയും തെലുങ്കും ഒരുമിച്ച് വരുന്നതുകൊണ്ട് 5ാമത്തെ ഭാഷ വരുമ്പോൾ മലയാളമാണ്. നമുക്കല്ലാതെ നോക്കുമ്പോൾ 5ാമത്തെ ടേം അനുസരിച്ച് വരുമ്പോൾ അത് ഒഡിയാണ്. പക്ഷേ ഭാഷ നോക്കുമ്പോൾ തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, ഇപ്പോൾ 4, 5 മലയാളം, അങ്ങനെയാണ് വരുന്നത്. തദ്ഭവ പദത്തിന് ഉദാഹരണം. ഭാഷയിലെ പദങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ 2 രീതിയിൽ നമ്മൾ വിലയിരുത്താറുണ്ട്. ഒന്ന് തത്സമ പദങ്ങൾ, മറ്റൊന്ന് തദ്ഭവ പദങ്ങളെന്ന് പറയാറുണ്ട്. തത്സമം തദ്ഭവം എന്ന് പറയുമ്പോൾ അതിൻ്റെ നിർവചനം പറയുന്നത് അന്യഭാഷാ പദങ്ങൾ മാറ്റം വരുത്താതെ ഉപയോഗിക്കുന്നത് തത്സമവും, അല്പമാറ്റത്തോടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാഷയ്ക്ക് യോജിച്ച വിധത്തിൽ ഉപയോഗിക്കുന്നത് തദ്ഭവം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഓപ്ഷൻ നോക്കാം. നമ്മുടെ മാസങ്ങളാണ് കുംഭം, മിഥുനം, വൃശ്ചികം, ഇടവം, അങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം തദ്ഭവത്തിന് ഉദാഹരണം ചോദിക്കണം. തദ്ഭവം എന്ന് ഉദാഹരണം എന്ന് പറയുമ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. മാറ്റം വരുത്തിയിരിക്കുന്ന പദം ഏതെന്നുള്ളതാണ് ഉദാഹരണം അതിൻ്റെ ചോദിക്കുന്നത്. കുംഭം, അതിൽ മാറ്റം വരുന്നില്ല. മിഥുനം മാറ്റം വരുന്നില്ല. അതുപോലെ തന്നെ വൃശ്ചികം വരുന്നില്ല. ഇടവം മാറ്റം വരുന്നുണ്ട്. ഇടവം എന്നുള്ള പദം നമ്മൾ വരുന്നത് ഋഷഭം എന്നുള്ള ഇതിൽ നിന്നാണ്. സംസ്കൃതത്തിലെ ഋഷഭം എന്ന് പറയുന്നതാണ്. ഋഷഭത്തിന് കാളയെന്നും ഒരു മാസമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. തദ്ഭവം മാറ്റം വരുത്തിയത് ഇടവമാണ്. അത് ഋഷഭമെന്നായിരുന്നത് ഋഷഭമെന്നും വൃഷഭമെന്നും കാണുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇടവമെന്നാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. തദ്ഭവം, തത്സമം എന്നുള്ളത് പല പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അതിൽ ആ വിഭാഗത്തിൽ വരുന്ന പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഉത്തരം ഇടവം. കുറച്ച് ഈ വിഭാഗത്തിൽ നിന്ന് കുറച്ച് പദങ്ങളും കൂടി കൊടുത്തിരിക്കുന്നതാണ്. തത്സമം, തദ്ഭവം എന്നുള്ളത്. ഋഷഭം എന്നുണ്ട്, അതുപോലെ തന്നെ വൃഷഭം എന്നും കൊടുക്കുന്നുണ്ട്. കാള, ഒരു മാസം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഋഷഭം, തത്സമപദമായ ഋഷഭം തദ്ഭവമായപ്പോൾ ഇടവം എന്നായി. അമ്പ എന്ന പദം തദ്ഭവമായപ്പോൾ അത് അമ്മയെന്നായി. അപ്പം അമ്പ എന്ന പദത്തിൻ്റെ തദ്ഭവ രൂപമാണ് അമ്പ. പക്കി എന്നതിൻ്റെ തത്സമത്തിൻ്റെ തദ്ഭവമാണ് പക്ഷി. കൃഷ്ണൻ എന്ന തത്സമത്തിൻ്റെ തദ്ഭവമാണ് കണ്ണൻ. ശൃംഖല എന്ന തത്സമത്തിൻ്റെ തദ്ഭവമാണ് ചങ്ങല. ശ്രാദ്ധം എന്നതിൻ്റെ തദ്ഭവമാണ് ചാത്തം. ഇങ്ങനെ ധാരാളം പദങ്ങളുണ്ട്. ഇത്തരം പദങ്ങൾ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. തദ്ഭവം, തത്സമം, തദ്ഭവം എന്നുള്ളത്. ഇത്തരം പദങ്ങൾ അത് തത്സമത്തിൽ വരുന്നതും തദ്ഭവത്തിൽ വരുന്നതും നോക്കി വെക്കുക. നമ്മൾ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, അതുപോലെ തന്നെ അവാർഡ്, നാമത്തിൻ്റെ വിഭാഗം, ക്രിയാവിഭാഗം, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവർ, ലീലാതിലകം, ദ്രാവിഡ ഗോത്രം, തത്സമം, തദ്ഭവം തുടങ്ങിയ
ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റ് അഭിപ്രായങ്ങളും അറിയിക്കുക. ഇതുപോലെയുള്ള ചോദ്യങ്ങളും എല്ലാ വിഭാഗം മലയാള പരീക്ഷകൾക്കും ഇതായിട്ടുള്ള ചോദ്യങ്ങൾ, പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മലയാള ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു